ഇഹ്സാനിൻ്റെ ഈ ഒരു സ്തംഭം എന്ന് പറഞ്ഞാൽ വഹുവ അൻ തഅ്ബുദല്ലാഹ്, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ ഭയക്കുകയും അവനെ സ്നേഹിക്കുകയും അവനിൽ പ്രതീക്ഷ വെക്കുകയും അങ്ങനെ എന്തെല്ലാം ഇബാദത്തുകൾ നിനക്കറിയുമോ ആ ഇബാദത്തുകളെല്ലാം നീ നിർവഹിക്കലാണ്. എങ്ങനെ? കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. നീ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നീ ഇബാദത്തുകൾ ചെയ്യുക? അതുപോലെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, ഫഇൻ ലം തകുൻ തറാഹ്, നീ അള്ളാഹുവിനെ നിന്റെ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉലമാക്കൾ പറഞ്ഞു ഇഹ്സാൻ എന്നത് ഈ പദവി അറബിയിൽ അഹ്സന എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാക്കുക എന്നതാണ്. അഹ്സൻ എന്ന് പറയില്ലേ നമ്മൾ, ഏറ്റവും നല്ലതെന്ന്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു അത് രണ്ട് കാര്യങ്ങളിലാണ് ദീനിൽ ഇഹ്സാൻ ഉള്ളത്. ഒന്നാമത്തേത് അൽ ഇഹ്സാനു ഫി ഇബാദത്തിൽ ഖാലിഖ്, സ്രഷ്ടാവായ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നീ ഇഹ്സാൻ കൊണ്ടുവരണം. എന്നാൽ നിന്റെ ഇബാദത്തുകൾ, അള്ളാഹുവിനുള്ള നിന്റെ ഇബാദത്തുകൾ നീ ഏറ്റവും നന്നാക്കണം. ഏറ്റവും നന്നാക്കൽ ഇങ്ങനെയാണ് അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്താൽ അതാണ് ഇബാദത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. ഇഖ്ലാസിൻ്റെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ, അള്ളാഹുവിലുള്ള തവക്കുലിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ് ഈ പറഞ്ഞത്.